റീഡിംഗ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ മെറ്റലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ മെറ്റലായ ഓക്സിജനെ പറ്റിയാണ്. മുന്നത്തെ ക്ലാസ് നമ്മൾ നൈട്രോജനെ പറ്റി പഠിച്ചു. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും പറയുകയാണ്, നമുക്കൊരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രോപ്പർ റിവിഷൻ ആണ്. നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കാണുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ഓടിച്ച് എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, അങ്ങനെ നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഈ ഒരു ക്ലാസ് കാണാവുള്ളൂ. കാരണം നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് 5 മിനിറ്റ് താഴെ മതി. ആ 5 മിനിറ്റ് വെച്ച് നിങ്ങൾ റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാം സമയത്ത് ഒരുപാട് സമയം എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്ലാസ് കാണുന്നതിന് മുന്നേ നമ്മൾ ഈ ചാപ്റ്റർ തുടക്കം തൊട്ട് ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരു തവണ ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പോൾ നമുക്ക് ആദ്യം ഓക്സിജൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 8ാമതായി കാണപ്പെടുന്ന എലമെൻ്റ് ആണ് ആരെന്ന് പറയുന്നത്, ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഓക്സിജൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അല്ലേ, ഇറ്റ് ഈസ് നോൺ ആസ് ദ ബ്രെത്ത് ഓഫ് ലൈഫ് അല്ലേ. നമ്മുടെ ശ്വാസം, നമുക്ക് ശ്വാസം എടുക്കണമെങ്കിൽ നമുക്ക് അതിനകത്ത് വേണ്ട ഗ്യാസ് ഏതാണ്, ഓക്സിജൻ ആണ് അല്ലേ. മാത്രമല്ല ഓക്സിജൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റ് അല്ലേ, ഭൂമിയുടെ ഏറ്റവും പുറത്തെ ഭാഗം, നമുക്ക് ഭൂമി ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്രസ്റ്റ്, അതിനകത്ത് മാൻഡിൽ, അതിനകത്ത് കോർ എന്നിങ്ങനെ ഭൂമിയെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും പുറത്തെ ഭാഗമായിട്ടുള്ള ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന എലമെൻ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് ക്രസ്റ്റാണ്. അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ് നൈട്രോജൻ ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു, ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ കാണുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അപ്പോൾ ഹൈഡ്രോജനെ പറ്റി നമ്മൾ ഇതുപോലൊരു ചോദ്യം പഠിച്ചു, ഓർമ്മയുണ്ടോ എന്താണെന്ന്? അപ്പോൾ നിങ്ങളിന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവും, നമ്മൾ ഹൈഡ്രോജനെ പറ്റി പറഞ്ഞ കാര്യം അല്ലേ. ഹൈഡ്രോജൻ അധികമായിട്ട് ഏതോ സ്ഥലത്ത് കാണുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് എത്ര പേര് പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തിയിട്ട് ക്ലാസ് കാണുന്നതെന്നും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓക്സിജനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ 2 പോയിൻ്റാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, ഭൂമിയുടെ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന, വൺ വേർഡ് ചോദിക്കാമേ, ഭൂമിയുടെ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻറ്റ് ഓക്സിജൻ. ബ്രെത്ത് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, അത് പറഞ്ഞു തരേണ്ട കാര്യം ഇല്ല. ഓക്സിജൻ നമ്മുടെ ഭൂമിയിൽ ഫ്രീ ആയിട്ടുള്ള അവസ്ഥയിലും അതുപോലെ തന്നെ എന്താണ്, കമ്പൈൻഡ് സ്റ്റേറ്റിലും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓക്സിജൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്, ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, അത് 8 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അറ്റോമിക് നമ്പർ 8 ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഓക്സിജനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ട്, 8 പ്രോട്ടോൺ ഉണ്ട്, 8 ന്യൂട്രോൺ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, 8 ഇലക്ട്രോൺ ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി നമ്മുടെ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് 15.9, അതായത് 8ൻ്റെ ഇരട്ടി 16 ഏതാണ്ട് 16നോട് അടുപ്പിച്ച്, അപ്രോക്സിമേറ്റ്ലി 16 അടുപ്പിച്ചാണ് എന്ത്, നമ്മുടെ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാമോ? അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണ് ഇങ്ങനെ പ്രത്യേക ഓർബിറ്റുകളിലാണ് എന്ത് ചെയ്യുന്നത്, ന്യൂക്ലിയസിന് ചുറ്റി വരുന്നത്. നമുക്കറിയാം നമ്മുടെ പ്ലാനറ്റ് സൂര്യന് ചുറ്റി വരുന്നത് പോലെ. അങ്ങനെയുള്ള ആദ്യത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന വെറും 2 ഇലക്ട്രോണാണ്. സോ 2 എണ്ണം അവിടെ വന്നു കഴിഞ്ഞു. അടുത്ത ഓർബിറ്റിനകത്ത് 8 എണ്ണം കൊള്ളും. പക്ഷെ നമ്മൾ ഓക്സിജൻ ഇനി ബാക്കി 8 എണ്ണം ഉണ്ടോ, ഇല്ല. ഇതിന് എത്രയേ ഉള്ളൂ, 6 എണ്ണേ ഉള്ളൂ. അപ്പോൾ 2, 6 ആണ് എന്ത്, നമ്മുടെ ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് നൈട്രോജൻ പഠിച്ച കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. ഈ ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും O എന്നല്ല പറയാറ്, നമ്മൾ O2 എന്നാണ് പറയുന്നത് അല്ലേ. കാരണം ഈ ഓക്സിജൻ എപ്പോഴും ഒരു ഡൈ അറ്റോമിക് മോളിക്യൂളാണ്. ഓക്കെ, ഓക്സിജൻ എപ്പോഴും നല്ല, ഓക്സിജൻ എന്താണ്, ഒരു ഡൈ അറ്റോമിക് മോളിക്യൂളാണ്. നമ്മൾ നൈട്രോജനും അതുപോലെയൊക്കെ തന്നെ, ഹൈഡ്രോജനും അതുപോലെ തന്നെ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഓക്സിജൻ നമ്മൾ എടുത്താൽ ഈ ഓക്സിജൻ്റെ വാലൻസി എത്രയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വാലൻസി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടിരിക്കുന്നവരാ അല്ലേ. എന്താ വാലൻസി? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി. അപ്പോൾ ഇതാണ് നമ്മുടെ ഓക്സിജൻ എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6 പേരുണ്ട്. അപ്പോൾ നമുക്കറിയാം ഔട്ടർ മോസ്റ്റിൽ എത്ര എണ്ണം വേണ്ടത്? 8 വേണം, അപ്പോഴേ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒക്ടക്റ്റ് ആവാൻ ഇനി എത്ര എണ്ണം വേണം? ഒരു 2 എണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മതി. അപ്പോൾ ഓക്സിജൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള 2 ഓക്സിജൻസ് ഉണ്ടാവും. എന്നിട്ട് ഔട്ടർ മോസ്റ്റിൽ കാണപ്പെടുന്ന ഈ പറയുന്ന 2 ഇലക്ട്രോണുകൾ ഇവർ പരസ്പരം എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. അപ്പോൾ ഓൾറെഡി സ്വന്തമായിട്ട് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6. അപ്പുറത്തവനെയും കൂടി എടുക്കുമ്പോൾ അത് 8 ആയിട്ട് മാറും. അതുപോലെ ഇവിടെ 1, 2, 3, 4, 5, 6 ഇപ്പുറത്തവനെയും കൂടി ഷെയർ ചെയ്യുമ്പോൾ പറ്റും. അപ്പോൾ ഓക്സിജൻ തമ്മിൽ എന്തുണ്ടാക്കും?
ഡബിൾ ബോണ്ട് ഉണ്ടാക്കും. അങ്ങനെ അത് എന്തായിട്ട് കാണപ്പെടുന്നു? O2 എന്ന ഫോമിലാണ് ഓക്സിജൻ എപ്പോഴും എന്ത് ചെയ്യാറ്? കാണപ്പെടുന്നതെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇത്രയും പഠിച്ച പോയിന്റുകൾ നമുക്കൊന്ന് റിവൈസ് ചെയ്തുകൂടെ? അപ്പോൾ എന്താ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 8, പീരിയോഡിക് ടേബിൾ 8ാമതായിട്ട് കാണുന്നു. മാസ് നമ്പർ എന്ന് പറയുന്നത് 15.9, അപ്രോക്സിമേറ്റ്ലി 16. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 26. ഓക്കെ, അപ്പോൾ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റിൽ അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒന്നാണ് എന്ത്? ഓക്സിജൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ബ്രെത്ത് ഓഫ് ലൈഫ് എന്ന് എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. അത് ഫ്രീ സ്റ്റേറ്റിലും കമ്പൈൻഡ് സ്റ്റേറ്റിലും കാണപ്പെടുന്നു. ഫ്രീ സ്റ്റേറ്റിൽ നമുക്കറിയാം O2 എന്ന ഫോമിലാണ് കാണപ്പെടുന്നത്. O2 എന്ന കാര്യം അറിയാമല്ലോ. ഓക്സിജനും തമ്മിൽ അവിടെ എന്താണ്? ഡബിൾ കോവാലൻ്റ് ബോണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഇനി ഓക്സിജൻ നമുക്ക് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം? 2 മെത്തേഡാണ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. അല്ല, ഫസ്റ്റ് മെത്തേഡാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഈ പടത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ എന്താ എടുത്ത് വെച്ചേക്കുന്നത്? ഇവിടെ ഒന്ന് കിടക്കുന്നുണ്ട് അല്ലേ? ഒരു വയലറ്റ് നിറത്തിൽ KMnO4 കാണുന്നുണ്ട്. ഈ KMnO4ൻ്റെ പേരാണ് പൊട്ടാസ്യം പെർ മാംഗനേറ്റ്. എന്താണ്? പൊട്ടാസ്യം പെർ മാംഗനേറ്റ് ഒരു വയലറ്റ് നിറത്തിൽ കാണപ്പെടും. അപ്പോൾ ഈ പൊട്ടാസ്യം പെർ മാംഗനേറ്റ് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? നമ്മളതിനിവിടെ ഹീറ്റ് ചെയ്യുകയാണ് അല്ലേ? നമ്മൾ ചൂട് കൊടുത്ത് ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഹീറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കണ്ടത് ഈ പറയുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ നിറം മാറിയിട്ട് ഒരു ചെറിയ ബ്ലാക്ക് കളറിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബ്ലാക്ക് കളറിലോട്ട് മാറി തുടങ്ങുന്ന സമയത്ത് നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവിടെ നിന്ന് ഏതോ ഒരു ഗ്യാസ് പുറത്തോട്ട് പോകുന്നുണ്ട്. പക്ഷേ പ്രശ്നം, ആ ഗ്യാസിന് നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ ഗ്യാസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അതിന് പ്രത്യേകിച്ച് മണവും ഇല്ല. അപ്പോൾ വരുന്ന ഗ്യാസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു ഒരു 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 മാച്ച് സ്റ്റിക്ക് കത്തിച്ച് വെച്ചപ്പോഴത്തേക്ക് നമ്മൾ കണ്ട കാര്യം, ഈ പറയുന്ന മാച്ച് സ്റ്റിക്ക് നന്നായി എന്ത് ചെയ്തു? കത്തി. നന്നായിട്ട് ആളിക്കത്തി. അപ്പോൾ നമുക്കറിയാം, നന്നായിട്ട് ആളിക്കത്തുമെങ്കിൽ അത് കമ്പഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്യാസാണ്. നമുക്കറിയാം, കമ്പഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്ന ആരാണ്? അത് ഓക്സിജനാണ്. അങ്ങനെ നമുക്കിവിടെ മനസ്സിലായി ഇവിടെ എന്തുണ്ടെന്ന്? ഓക്സിജൻ ഉണ്ടെന്ന് അല്ലേ? നമ്മൾ പോപ്പ് സൗണ്ട് കിട്ടുന്ന ഒരു ഗ്യാസിനെ പറ്റി പണ്ട് പഠിച്ചിട്ടുണ്ട്. ഏതാ പോപ്പ് സൗണ്ട് കിട്ടുന്ന ഗ്യാസ്? കമൻറ്റ് നോക്കട്ടെ, എത്ര പേർക്ക് അറിയാമെന്ന് നോക്കട്ടെ. പോപ്പ് സൗണ്ട് കേട്ട ഗ്യാസ് ഏതായിരുന്നു? അപ്പോൾ ഇതെന്താണ്? ഓക്സിജൻ ഗ്യാസാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതാണ് നമ്മൾ ഓക്സിജൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച റിയാക്റ്റൻ്റ് ഏതാണ്? ആ റിയാക്റ്റൻ്റെ പേരെന്താണ്? KMnO4 അഥവാ പൊട്ടാസ്യം പെർ മാംഗനേറ്റ്. K എന്ന് വെച്ചാൽ പൊട്ടാസ്യം എന്നറിയാമല്ലോ. പൊട്ടാസ്യം കാലിയം ആണെന്നുകൊണ്ടാണ് K എന്ന് വിളിക്കുന്നത്, P അല്ല. അപ്പോൾ Mn എന്ന് വെച്ചാൽ എന്താണെന്നറിയാം, O എന്താണെന്നും അറിയാം. അപ്പോൾ പൊട്ടാസ്യം പെർ മാംഗനേറ്റ് നമ്മൾ എടുത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ മൗത്തിലേക്ക് ഒരു മാച്ച് സ്റ്റിക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മൾ എന്താ കണ്ടത്? അത് നല്ല രീതിയിൽ കത്തുന്നതായിട്ട് കണ്ടു. സോ അവിടെ എന്താ നടന്നത്? അവിടെ നടന്നതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് ആയപ്പോഴേക്കും അത് പൊട്ടാസ്യം പെർ ഇല്ല മാംഗനേറ്റ് ആയിട്ട് മാറി. അതൊരു ബ്ലാക്ക് കളറിലിരിക്കുന്ന സാധനമാണ്. ഓക്കെ, ആ പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും അതോടൊപ്പം തന്നെ എന്തുകൂടെ ഫോം ചെയ്തു? ഓക്സിജനും കൂടെ ഫോം ചെയ്തു. ഈ ഓക്സിജനാണ് ടെസ്റ്റ് ട്യൂബിൽ കൂടി എന്ത് ചെയ്തത്? പുറത്തോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇപ്പോൾ നമുക്ക് ചുമ്മാ എഴുതുകയാണെങ്കിൽ KMnO4 റിയാക്ട് ചെയ്തു K2MnO4 ആയി. അതാണ് പൊട്ടാസ്യം മാംഗനേറ്റ് എന്ന് പറയുന്നത്. MnO2 കിട്ടി. പിന്നെ എന്ത് കിട്ടി? O2 കിട്ടി. അപ്പോൾ നമുക്കിവിടെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം ഇവിടെ K2, അപ്പോൾ 2 പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുത്തപ്പോൾ 2 പൊട്ടാസ്യമായി. മാംഗനേറ്റ് എന്ന് പറയുന്നത് മാംഗനീസ് എന്ന് പറയുന്നത് ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ ഇവിടെയും 2 ഉണ്ട്, ബാലൻസായി. ഓക്സിജൻ 4 എണ്ണം ഉണ്ട്, അതും എന്തായി? നമുക്ക് ബാലൻസ് ആയി. കാരണം O4 4 × 2 8, ഇവിടെ എന്തുണ്ട്? 4 ഉണ്ട്, 5 6 7 8. സോ എന്തായി? ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എന്താ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നു? സോളിഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ടെസ്റ്റ് ട്യൂബിൽ വയ്ക്കുന്നു. കത്തിക്കുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്യുന്നു, ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. ആ റിലീസ് ചെയ്ത ഗ്യാസ് ഓക്സിജൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബേണിംഗ് മാച്ച് സ്റ്റിക്കിനെ അതിൻ്റെ മൗത്തിലേക്ക് കൊണ്ടുപോയപ്പോഴത്തേക്കും ഫ്ലെയിം എന്ത് ചെയ്തു? ബേൺ മോർ വിഗറസ്ലി. അത് നല്ല രീതിയിൽ ആളിക്കത്തി. കാരണം ഓക്സിജന് കമ്പഷനെ സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട്. ഇക്വേഷൻ 2 KMnO4 ഹീറ്റ് ചെയ്തപ്പോൾ K2MnO4ഉം MnO2ഉം O2വുമായിട്ട് മാറി. ഇനി നമുക്ക് ഇതേ ഓക്സിജനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് മറ്റൊരു മെത്തേഡ് കൂടെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പിടെ നമുക്കിവിടെ പ്രോപ്പർട്ടീസ് ഓഫ് ഓക്സിജൻ പറയുന്നുണ്ട്. ആ പ്രോപ്പർട്ടീസ് ഓഫ് ഓക്സിജൻ പറയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഇതുകൂടെ നോക്കാം. ഓക്സിജൻ മാനുഫാക്ചർ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ഇലക്ട്രോളിസിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, വൈദ്യുതിയാണ് ഇവിടെ കൊടുക്കുന്നത്.
ദാ ഇവിടെ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കാഥോഡ് എടുക്കുന്നു, ഒരു ആനോഡ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിന് രണ്ടും ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന വെള്ളം ഡീകമ്പോസ് ചെയ്യും. അതായത് ഈ പറയുന്ന H2O എന്ന വെള്ളം എന്ത് ചെയ്യുന്നു? ഡീകമ്പോസ് ചെയ്യുന്നു. ഡീകമ്പോസ് ചെയ്ത് H2ഉം O2ഉമായിട്ട് മാറുന്നു. എന്തായിട്ട് മാറുന്നു? H2ഉം O2ഉമായിട്ട് മാറുന്നു. അപ്പോൾ നമുക്കറിയാം O2 ഉണ്ട്. അപ്പോൾ 2 ഓക്സിജൻ വേണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഓക്സിജൻ കിട്ടാനായിട്ട് ഇവിടെയുള്ള ഏക വഴി ഇവിടെ 2 ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് എന്താണ്? അപ്പോൾ ഹൈഡ്രജൻ ഇവിടെ ഇടതുവശത്ത് 4 എണ്ണം ഉണ്ട്, വലതുവശത്ത് 2 ഉള്ളൂ. അപ്പോൾ ഇവിടെയും കൂടി 2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ബാലൻസ് റിയാക്ഷൻ കിട്ടി. അതായത് 2H2O എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. അതായത് ഇലക്ട്രോളിസിസിന് വിധേയമാവുമ്പോൾ 2H2ഉം അതുപോലെ O2ഉം കിട്ടുന്നു. കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ ബബിൾ ചെയ്ത് ഓക്സിജനും കാഥോഡിൻ്റെ ഭാഗത്ത് നിന്ന് ബബിൾ ചെയ്ത് ഹൈഡ്രജനും എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. ഇത് മറ്റൊരു മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടുമാണ് ഓക്സിജൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നതെങ്കിൽ ഓക്സിജൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കിപ്പോൾ തന്നെ സ്വന്തമായി പറയാൻ പറ്റും. കാരണം ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കണ്ടു ഒരു ഗ്യാസ് വന്നു, ആ ഗ്യാസിന് നിറമില്ല, സോ ഓക്സിജൻ ഈസ് കളർലെസ്. പ്രത്യേകിച്ച് മണമൊന്നും വന്നില്ല, സോ ഓക്സിജൻ ഈസ് ഓഡർലെസ്. ഇനി ഈ പറയുന്ന ഓക്സിജൻ വെള്ളത്തിൽ അലിയോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് വെള്ളത്തിലും ആൽക്കഹോളിലും സോല്യുബിൾ ആണ്. മാത്രമല്ല കമ്പഷൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ് എന്ത്? ഓക്സിജൻ എന്ന് പറയുന്നത്. എന്നാൽ കത്തുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന വാതകം ഏത്? പറ, നിങ്ങൾ പറ. കത്തുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന വാതകം ഏത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പറഞ്ഞ ഏതാണെന്ന് കമൻ്റ് ആയിട്ട് ഇട്ടോ. വല്ലവൻ്റെ കമൻറ്റ് നോക്കിയിടാനല്ല, നിങ്ങളുടെ മനസ്സിൽ വന്ന കാര്യം കമൻറ്റ് ബോക്സ് നോക്കാതെ ഇടണം. ഓക്കെ, ശരി. ഇനി നമുക്ക് ഓക്സിജൻ്റെ റിയാക്ഷനെ പറ്റി നോക്കാം. ഈ ഓക്സിജൻ ഒരു പ്രശ്നമുണ്ട്, നമുക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ ഈ ഇരുമ്പ് ഉണ്ടല്ലോ, അയൺ, ഈ ഇരുമ്പ് നമ്മുടെ ഈ ജനലിലെ ഗ്രില്ലും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഇരുമ്പിനെ പെയിൻ്റ് അടിച്ചു അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുമ്പ് ഉണ്ടല്ലോ, ഈ ഇരുമ്പ് ചെറിയ രീതിയിൽ ഈർപ്പം, വെള്ളം പ്ലസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഓക്സിജൻ, ഇവർ മൂന്നുപേരും കൂടെ ഒരുമിച്ച് വന്ന ഒരു വിഷയമുണ്ട്. ഇവരെന്ത് ചെയ്യും? ഈ ഓക്സിജൻ കയറി നേരെ ഈ പറയുന്ന മെറ്റലിനെ ഓക്സിഡൈസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഓക്സൈഡിനെ ഉണ്ടാക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും Fe2 വേണ്ട, കെമിക്കൽ ഫോർമുലോട്ടൊന്ന് പോകും. നിങ്ങൾ റസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഏത് റസ്റ്റ് എടുക്കുക എന്നുള്ളതല്ല, RUST റസ്റ്റ്. ഈ തുരുമ്പെന്ന് പറയുന്ന ഇരുമ്പിൻ്റെ ഒരു ഓക്സൈഡാണ്. സിമിലർലി ഓക്സിജൻ മെറ്റലുകളുമായി റിയാക്ട് ചെയ്ത് അവരുടെ ഓക്സൈഡുകൾ ഫോം ചെയ്യും. ഒരു ഇമ്പോർട്ടൻ്റ് ആയ കെമിക്കൽ റിയാക്ഷനാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന മെറ്റലിൻ്റെ തിളക്കം നമ്മൾ സമയം കഴിയുന്നതിനനുസരിച്ച് നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നത്. ഇരുമ്പ് തുരുമ്പെടുക്കുമ്പോൾ വെള്ളവും കൂടെ ഉണ്ട് എങ്കിൽ ആ തുരുമ്പെടുക്കുന്നത്, ക്ലാവ് പോലത്തെ കാര്യങ്ങൾ വരുന്നത്, ഈ തിളങ്ങുന്ന സർഫസ് ഉള്ള മെറ്റൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ മങ്ങിപ്പോകുന്നത്, സിൽവർ മങ്ങുന്നത്, ഇതിനൊക്കെ പുറകിൽ ഓക്സിജനുമായിട്ട് ബന്ധമുണ്ട്. ഈ ഓക്സിജൻ അപ്പോൾ ഓക്സിഡൈസ് ചെയ്യുന്ന ഒരാളാണ്. ഓക്സിഡേഷൻ റിഡക്ഷൻ പഠിച്ച് നിങ്ങൾക്കത് അറിയാം. എന്നാലും മനസ്സിലാക്കുക, ഓക്സിജൻ മെറ്റലുകളുമായി റിയാക്ട് ചെയ്ത് ഓക്സൈഡുകൾ ഫോം ചെയ്യും. എന്നാൽ നോൺ മെറ്റലുകൾ വെറുതെ വിടൂ? ഇല്ല, നോൺ മെറ്റലുകളുമായിട്ടും റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യും? അതിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യും. എക്സാമ്പിളാണ് കാർബൺ എന്ന് പറയുന്ന നോൺ മെറ്റൽ. ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നു, CO2, കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രോജനുമായി റിയാക്ട് ചെയ്യുന്നു, എന്ത് ഫോം ചെയ്യുന്നു? H2O ഫോം ചെയ്യുന്നു. 2H2O ബാലൻസ് ചെയ്തതാണ്. എന്ത് ഫോം ചെയ്യുന്നു? വെള്ളം. അതും എന്ത് തന്നെയാണ്? ഒരു ഓക്സൈഡാണ്. അപ്പോൾ ഇതാണ് രണ്ട് ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നമ്മുടെ റിയാക്ഷനിൽ പറഞ്ഞത്? ഓക്സിജൻ റിയാക്ട് വിത്ത് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ ടു പ്രൊഡ്യൂസ് ഓക്സൈഡ്. എക്സാമ്പിൾ മെറ്റലിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, ഇരുമ്പ് തുരുമ്പിക്കുന്ന കാര്യം. നോൺ മെറ്റലിൽ 2 ഉദാഹരണമുണ്ട്. കാർബൺ ഓക്സിജനുമായി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രോജൻ ഓക്സിജനുമായി ചേർന്നിട്ട് വാട്ടറും ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഉപയോഗത്തെ പറ്റി പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഉപയോഗം തന്നെയാണ്. കത്താൻ സഹായിക്കുന്നു, നമുക്ക് ശ്വാസം വലിക്കാനും സഹായിക്കുന്നു. അതോടെ ഇരുന്നോട്ടെ, മറ്റുപയോഗങ്ങളാണ് പറയുന്നത്. ഇനി ഭയങ്കര ഒരു ഉപയോഗമാണ്. നോക്കിയോ, റോക്കറ്റ് ഫ്യൂവലുകളിൽ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കും. എന്നെ പഠിച്ചു വെച്ചോ. കാരണം ഈ പറയുന്ന റോക്കറ്റ് ഫ്യൂൽ കത്തിയല്ലേ അങ്ങ് റോക്കറ്റ് മുകളിലോട്ട് പോകണം. അപ്പോൾ അതിന് ഓക്സിഡേഷൻ ആവശ്യമില്ല. അപ്പോൾ ഓക്സിഡൈസിങ് ഫ്യൂവലായിട്ട്, ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ഓക്സിജൻ. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഓക്സിജൻ സിലിണ്ടർ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ വെൽഡിങ്ങിനല്ലേ, നമുക്ക് തീ കത്തുന്ന വെൽഡിങ്ങിൽ ഈ ഓക്സി അസറ്റലിൻ ഫ്ലെയിം ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ഈ അസറ്റലിൻ എന്ന് പറയുന്ന ഒരു വാതകം ഓക്സിജനുമായി ചേർന്ന് കത്തുമ്പോൾ നല്ല അളവിൽ അവിടെ എന്തുണ്ടാകുന്നു? ഹീറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് നടത്തുന്നത്?
വെൽഡിംഗ് നടത്തുന്നത് നമ്മൾ അതിനെ ഓക്സി അസെറ്റലിൻ വെൽഡിംഗ് എന്ന് വിളിക്കും ഓക്സി അസെറ്റലിൻ വെൽഡിംഗ്. ഓക്കെ ആണോ ഇത്രയും? അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യ ഘട്ടത്തിൽ പഠിക്കുന്നത്. യൂസ് ഓഫ് ഓക്സിജൻ കമ്പഷന് ഹെൽപ്പ് ചെയ്യും, കത്താനായി സഹായിക്കുന്നു. ഇതിന് സഹായിക്കുന്നു, കത്താനായി സഹായിക്കുന്നു. അതുപോലെ തന്നെ റോക്കറ്റ് ഫ്യൂലിൽ ഓക്സിഡൈസിങ് ഏജന്റായി പ്രവർത്തിക്കുന്നു, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന് സഹായിക്കുന്നു, ഓക്സി അസെറ്റലിൻ ഫ്ലെയിം വെൽഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഓക്കെ ആണോ? ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ ഭൂമിയുടെ രക്ഷകനായിട്ടുള്ള ഓസോണിനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. ആരാണ് ഓസോൺ? എന്താണ് ഓസോൺ? നോക്കുക, നമ്മുടെ ഭൂമിക്ക് ഇങ്ങനെ ഒരു സർഫസ് അല്ലേ, നമ്മളൊക്കെ നിൽക്കുന്ന സർഫസ്. ഈ സർഫസിന് മുകളിലായിട്ടാണ് എന്തുള്ളത്? നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉള്ളത്. ഈ അറ്റ്മോസ്ഫിയറിനെ ഇങ്ങനെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതിൽ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞു, അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് എന്ത്? സ്ട്രാറ്റോ. ഈ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന ഒരു വാതകമാണ് ആരെന്ന് പറയുന്നത്? ഓസോൺ എന്ന് പറയുന്നത്. ഓസോണിന്റെ ഫോർമുല O3 എന്നാണ്. എന്താണ്? O3. അപ്പോൾ ഈ ഓസോണിനെ പറ്റിയിട്ടും ഓസോൺ ഡിപ്ലീഷനെ പറ്റിയൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ സൂര്യൻ ഇവിടെ നിൽക്കുകയാണ്, അങ്ങ് ദൂരെ നിൽക്കുകയാണ് അല്ലേ. അവിടെ ഹൈഡ്രോജൻ ചേർന്നിട്ട് അല്ലേ ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ടാകുന്നു. ഹൈഡ്രോജനെ പറ്റി നമ്മൾ പഠിച്ചതാണ് അല്ലേ, അവിടെ നമ്മൾ പറഞ്ഞു. അവിടെ നിന്ന് ഹീറ്റൊക്കെ ഉണ്ടാകുന്നു. ഈ ഹീറ്റ് ഇങ്ങനെ വരുന്നതിനോടിൻ്റെ കൂടെ മറ്റൊരാളും കൂടെ വരും. അവൻ്റെ പേരാണ് UV, അൾട്രാ വയലറ്റ് റേഡിയേഷൻ. ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഈ സ്ട്രാറ്റോസ്ഫിയർ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രാറ്റോസ്ഫിയറിനകത്ത് ആരുണ്ട്? ഓക്സിജൻ. ഈ ഓക്സിജനിൽ ഈ UV വന്ന് വീഴുമ്പോഴത്തേക്കും ഈ ഓക്സിജൻ സ്പ്ലിറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? ഓക്സിജൻ ഡയറ്റോമിക് എന്നുള്ളത് എന്തായിരിക്കും? മോണോ അറ്റോമിക് ആയിട്ട് മാറും. അതായത് ചേർന്നിരിക്കുന്ന ഓക്സിജനിൽ UV പറ്റും പറയുന്ന ഓക്സിജൻ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാവും. പക്ഷേ ഒറ്റയ്ക്കിരിക്കാൻ ഓക്സിജൻ ഇഷ്ടമല്ല. അപ്പം ദേ ഇവിടെ മറ്റൊരു O2 നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. ആ O2 ആരെ വിളിക്കും? ഈ ഓക്സിജനെ വിളിക്കും. അപ്പോൾ O2ഉം പിന്നെ ഒരു ഓയും കൂടി ചേർന്ന് എന്തായിട്ട് മാറും? O3 ആയിട്ട് മാറും. ഇവനും മറ്റൊരു ഓക്സിജനുമായി ചേർന്നിട്ട് എന്തായിട്ട് മാറും? O3 ആയിട്ട് മാറും. ഈ O3 ആണ് ആര്? ഓസോൺ എന്ന് പറയുന്നത്. ഇനി കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അധികം എനർജി ഇല്ലാത്ത UV റേഡിയേഷൻ ഈ O3യിൽ അടിക്കുമ്പോൾ ഈ O3 വീണ്ടും എന്തായിട്ട് മാറും? O2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം അങ്ങനെ എന്ത് പറ്റും? ഇതൊരു സൈക്ലിക് പ്രോസസ്സായിട്ട് നടക്കും. അതായത് ഒരിടത്ത് O3 ഉണ്ടാകുന്നു, മറ്റിടത്ത് O3 ഡിവൈഡ് ചെയ്യുന്നു. പക്ഷെ നമുക്കറിയാം എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ നോട്ട് ബി ഡിസ്ട്രോയിഡ് അല്ലേ. ഇത് നടക്കണമെങ്കിൽ പുറത്തു നിന്ന് എന്ത് ആവശ്യമാണ്? എനർജി ആവശ്യം. ഈ എനർജി എവിടെ നിന്നാണ് എടുക്കുന്നത്? അത് സൂര്യൻ്റെ UVയിൽ നിന്നാണ് എടുക്കുന്നത്. ഇനി അതുകൊണ്ട് നമുക്കെന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ UV നേരെ വന്ന് നമ്മുടെ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസർ പോലെയുള്ള ഒരുപാട് മാരക രോഗങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറും അവിടെ ഉള്ള ഓസോണും എന്ത് ചെയ്യുന്നു? ഈ വരുന്ന UV റേഡിയേഷന് മുക്കാലും അങ്ങോട്ട് യൂസ് ചെയ്യുന്നു. വളരെ കുറച്ച് മാത്രമേ എങ്ങോട്ട് എത്തുന്നുള്ളൂ? നമ്മുടെ ഭൂമിയിലോട്ട്, നമ്മുടെ അടുത്തേക്ക് എത്തുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ആളാണ് ആര്? സ്ട്രാറ്റോസ്ഫിയറും അവിടുത്തെ ഓസോൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതാണ് നമ്മുടെ ഓസോണിൻ്റെ യൂസ് പറയുന്നത്. ഇവിടെ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഡയറ്റോമിക് മോളിക്യൂൾ, ഓക്സിജൻ എന്ന് പറയുന്നതിനകത്താണെങ്കിൽ 3 പേര് തൊട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഫോം ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ ഓക്സിജൻ അൾട്രാ വയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു. ഏതാണ്? ഹൈ എനർജി റേഡിയേഷൻസിന്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡീകമ്പോസ് ചെയ്യുന്നു. എന്തായിട്ട് മാറുന്നു? കണ്ടോ ഈ റിയാക്ഷൻ? O2 ഇൻ ദ പ്രസൻസ് ഓഫ് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ബിക്കം 2O. എന്നിട്ട് എന്ത് പറ്റും? ദ ഓക്സിജൻ ആറ്റം ദസ് ഫോംഡ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ മോളിക്യൂൾ. കണ്ടോ, ആറ്റം മോളിക്യൂളുമായി ചേരുന്നു. അതാണെന്ത്? O2മായിട്ട് O ചേരുന്നു, O3 ഫോം ചെയ്യും. ഇത് ഒറ്റയടിക്ക് എഴുതി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വരും. 3O2 ഗീവ്സ് 2. ഇതാണെന്ത്? നമ്മുടെ ഓസോണിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓസോൺ അബ്സോർബ് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഹാവിങ് ലോ എനർജി ടു ഫോം ഓക്സിജൻ അഗൈൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞ സൈക്ലിക് പ്രോസസ്സ്. അങ്ങനെ ഈ പറയുന്ന സൈക്ലിക് പ്രോസസ്സ് കാരണം എന്ത് പറ്റും? ഓസോണിൻ്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതവിടെ നിന്നോട്ടെ. നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഈ പറയുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷൻ എന്ന ഹാംഫുൾ റേഡിയേഷൻ നമ്മുടെ ഭൂമിയിലേക്ക് എത്താതെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ഓസോൺ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് അറിയായിരിക്കും. നമ്മുടെ ഭൂമി ചൂട് കൂട്ടുന്ന ഒരു എഫക്റ്റാണ്. ഇപ്പോൾ ഞാൻ അതിലോട്ട് പറയാൻ നിൽക്കുന്നില്ല. നമ്മുടെ പ്രശ്നം. അപ്പോൾ അതിന് മുമ്പ് ഒന്നുകൂടി നമുക്ക് ഓസോൺ നോക്കാം. അപ്പോൾ ഓസോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഓസോൺ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രാറ്റോസ്ഫിയറിനകത്ത് അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഓഫ് ഹൈ എനർജിയെ അബ്സോർബ് ചെയ്യും? ഓക്സിജൻ അബ്സോർബ് ചെയ്യുകയും അങ്ങനെ ഓക്സിജൻ ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? O ആയിട്ട് മാറും. അതായത് ഓക്സിജൻ ആറ്റമായിട്ട് മാറും. ഈ ഓക്സിജൻ ആറ്റം മറ്റൊരു ഓക്സിജൻ മോളിക്യൂളുമായി കമ്പൈൻ ചെയ്തിട്ട്
എന്തായിട്ട് മാറും? ഓസോണായിട്ട് മാറും. ഇതാണ് ഒറ്റയടിക്ക് എഴുതുന്ന റിയാക്ഷൻ. ഓസോണിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു അല്ലേ? എന്താ പറ്റുന്നത്? ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ ഓസോൺ മാത്രം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഓക്സിജൻ തീരുകയല്ല ചെയ്യുന്നത്. ഹൈ എനർജിയിൽ ഓസോൺ ഉണ്ടാവുകയാണെങ്കിൽ ലോ എനർജി റേഡിയേഷന് ഈ പറയുന്ന ഓസോണിലോട്ട് അടിക്കുമ്പോൾ എന്ത് പറ്റും? തിരിച്ച് അത് ഓക്സിജനായിട്ട് അങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓസോണിൻ്റെ ലെയർ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഇളം മഞ്ഞ നിറമാണെന്ന് എനിക്ക് തോന്നുന്നു, കളർ മറന്നു. ഇങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് ആര് നിൽക്കും? ഓസോൺ നിൽക്കും. അങ്ങനെ ഹാംഫുൾ റേഡിയേഷൻസിന് ബ്ലോക്ക് ചെയ്യും. പക്ഷേ നമ്മൾ മനുഷ്യന്മാർ വെറുതെ ഇരിക്കൂ? നമ്മൾ റെഫ്രിജറൻറ്റ്, നമ്മളെ ഈ ഫ്രിഡ്ജൊക്കെ തണുപ്പിക്കാൻ, AC തണുപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അതാണ് റെഫ്രിജറൻറ്റ്. റെഫ്രിജറൻ്റായിട്ട് ഉപയോഗിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഇതാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC എന്ന് പറയും. അതിനകത്ത് ക്ലോറിനുണ്ട്, ഫ്ലൂറിനുണ്ട്, കാർബൺ ഉണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോറോ ഫ്ലൂറോ കാർബൺ വെറുതെ ഇരിക്കത്തില്ല. അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ നേരെ എങ്ങോട്ട് പോകും? നേരെ നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലോട്ട് പോകും. എന്നിട്ട് ഈ CFC എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്തിട്ട് ക്ലോറിൻ്റെ മോളിക്യൂളുകൾ. ഈ ക്ലോറിൻ മോളിക്യൂളിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം ഈ പറയുന്ന നമ്മുടെ O3യെ ഡിസോസിയേറ്റ് ചെയ്യും. O3 എന്ത് ചെയ്യും? ഇല്ലാതാക്കും. ഓക്കെ, അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നോക്കിയേ. The chlorofluorocarbon mix with the atmosphere, reach the stratosphere and undergo self-decomposition to form chlorine. This chlorine decomposes ozone molecule into oxygen. കണ്ടോ, ഇവൻ എന്ത് ചെയ്യും? ഇവൻ ഈ പാവം നമ്മളവിടെ ഇരിക്കുന്ന ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്ത് ഓക്സിജൻ മോളിക്യൂൾ മാറ്റും. അപ്പോൾ ഇവിടെ ഓസോണിൻ്റെ അളവ് എന്ത് ചെയ്യും? ഇല്ലാതാകും. അങ്ങനെ ഓസോൺ ഒരു ഭാഗത്ത് മൊത്തം ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ ഓസോണിൽ ഹോള് വീണു എന്ന് പറയുന്നത്. പറ്റുന്നത്. ഓക്കെ, ദിസ് ഡിപ്ലീഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് ഓസോൺ റെഡ്യൂസസ് ദ അബ്സോർപ്ഷൻ ഓഫ് അൾട്രാവയലറ്റ് റേഡിയേഷൻ. അങ്ങനെ UV റേഡിയേഷൻ അബ്സോർപ്ഷൻ ഇല്ലാതാക്കുന്നു. അങ്ങനെ ഈ UV എങ്ങോട്ട് എത്തുന്നു? നമ്മുടെ ഭൂമിയിലോട്ട് എത്തുന്നു. അത് ഭൂമിയുടെ ടെമ്പറേച്ചർ കൂട്ടുന്നു, മറ്റു പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് മാറുന്നു. ഇതാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓക്സിജനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലോറിനെ പറ്റിയാണ്. ഇപ്പോൾ ക്ലോറിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് മുമ്പ് ഒന്നുകൂടെ ആലോചിക്കുക, സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണ്, ഓർത്തു വെച്ചോ. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസോൺ ലെയർ ഡിപ്ലീഷനെ പറ്റിയിട്ട് നമുക്ക് ഒരു ബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. കാരണം ഇന്ന് നമ്മൾ ക്ലോറോ ഫ്ലൂറോ കാർബണെ തീർത്തും ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ പറയുന്ന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.